ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കാർപ്പേഡിയത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഒരു സെൻട്രൽ ഗവൺമെൻറ് ഓഫീസിലേക്ക് എങ്ങനെയാണ് ചലാന് ഭാരത്കോഷ് എന്ന സൈറ്റിലൂടെ അടക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ITI കോഴ്സുകളിലേക്കും അല്ലെങ്കിൽ CITS കോഴ്സുകളിലേക്കും ആണ് ഇത്തരത്തിലുള്ള ഫീസുകൾ NSTകളിൽ അടയ്ക്കേണ്ടി വരാറുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഭാരത്കോഷ് എന്ന സൈറ്റിൽ പോവുക. ഭാരത് PHARTKSH.com എന്നുള്ള സൈറ്റ് സന്ദർശിച്ച് അതിൽ നമ്മൾ ക്വിക്ക് പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ക്വിക്ക് പേയ്മെൻറ്റ് എന്ന സെലക്ട് ചെയ്ത ശേഷം മിനിസ്ട്രി എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻ്റർപ്രണർഷിപ്പ് 117 എന്നുള്ള നമ്പറിൽ സെലക്ട് ചെയ്തതിന് ശേഷം വരുന്നത് വരെ കാത്തിരിക്കും. കുറച്ച് ഈ പോർട്ടൽ പൊതുവെ കുറച്ച് സ്ലോ ആയിട്ടുള്ള പോർട്ടലാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് സമയമെടുക്കും. ഇത് പ്രത്യേകിച്ച് നമ്മൾ ITIയിലേക്കുള്ള പ്രവേശനം, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ITIയിലേക്കുള്ള അഡ്മിഷൻ്റെ ഫീ, അതുപോലെ മറ്റുള്ള ഫീസ് അടക്കാനാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുന്നത് അപ്രന്റീസ്ഷിപ്പ് അല്ലെങ്കിൽ CTSൻ്റെ രജിസ്ട്രേഷൻ ഫീ എങ്ങനെയാണ് അടക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് പർപ്പസ് എന്നുള്ളിടത്ത് നമ്മൾ അപ്രന്റീസ്ഷിപ്പ് രജിസ്ട്രേഷൻ ഫീ എന്നുള്ളത് അമർത്തിയതിന് ശേഷം നെക്സ്റ്റ് പേയ്മെൻറ്റ് ടൈപ്പ് ഓട്ടോമാറ്റിക്കലായി വരും. നെക്സ്റ്റ് എന്ന ടൈപ്പ് പ്രസ് ചെയ്താൽ നമ്മൾ അടുത്ത പേജിലേക്ക് പോകും. അടുത്ത പേജിൽ നമുക്ക് ആദ്യത്തെ 1-2 കോളമൊന്നും ചെയ്യാനില്ല. പിന്നീട് നമ്മൾ DDO എന്ന് പറയുന്ന ഒരു കോളം ഉണ്ടാകും, ഡ്രോൽ ആൻഡ് ഡിസ്ബേഴ്സിങ് ഓഫീസർ. അവിടെ നമ്മൾ എന്ത് ചെയ്യാം, നാഷണൽ സ്കിൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് കാലിക്കറ്റ് എന്നുള്ളൊരു എന്നൊരു പേര് വരുന്നത് നോക്കുക. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ CTSൻ്റെ അഡ്മിഷൻ ഫീ ആണ് അടക്കാൻ പോകുന്നത്. അതുകൊണ്ട് 50 രൂപയാണ് അഡ്മിഷൻ ഫീ. അതുപോലെ റിമാർക്സിൽ നമ്മൾ CTS അഡ്മിഷൻ ഫീ എന്നും കൊടുക്കുക. അതിനുശേഷം ക്യാപിച്ച എന്ന അക്കത്തിൽ കാണിക്കുന്ന അതേ ക്യാപിച്ച അവിടെ നമ്മൾ കൊടുത്തതിന് ശേഷം നമുക്ക് താഴെ ആഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിലമർത്തിയാൽ ആഡ് ആവും. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ വരുന്ന പേജിൽ നിങ്ങൾ വീണ്ടും അധികം ചെയ്യേണ്ട ആവശ്യമില്ല. താഴെ വന്നു കഴിഞ്ഞാൽ അടിയിലൊരു ടാബിൽ നമ്മൾ അടിച്ച വിവരങ്ങൾ ആഡ് ചെയ്തതായി കാണും. അത് കണ്ടാൽ അതെല്ലാം ശരിയാണെന്ന് നോക്കിയിട്ട് നെക്സ്റ്റ് എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, ഡെപ്പോസിറ്റേഴ്സ് ഡീറ്റെയിൽസ് അടിക്കേണ്ട പേജിലേക്ക് എത്തും. ആ പേജിൽ നമ്മൾ നമ്മുടെ അഡ്രസ്സും പേര് വിവരങ്ങളുമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിലാദ്യം പേര് കൊടുക്കുക. പേര് ഒരിക്കലും എഴുതുമ്പോൾ നമ്മൾ ഡോട്ട് അല്ലെങ്കിൽ കോമ അതുപോലെയുള്ള കാര്യങ്ങൾ ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ബ്രാക്കറ്റ് ഒന്നും ഇടാതിരിക്കുക. അതിനുശേഷം പേര് കൊടുക്കുക, അഡ്രസ്സ് കൊടുക്കുക. അഡ്രസ്സിൽ നമ്മൾ വീട്ടുപേരോ വീട്ടു നമ്പറും, അതുപോലെ പോസ്റ്റ് ഓഫീസ് ഏതാണ് എന്നുള്ള കാര്യങ്ങൾ. അഡ്രസ് ലൈൻ 1-ലോ മാൻഡേറ്ററി ആയിട്ടുള്ള റെഡ് മാർക്ക് കാണുന്നതിൽ മാത്രം പൂരിപ്പിച്ചാൽ മതിയാവും. മറ്റേത് മാൻഡേറ്ററി അല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ പൂരിപ്പിക്കാം. അഡ്രസ് ലൈൻ 2, ഞാനിവിടെ അഡ്രസ് 1-ൽ വീട്ടുപേരും അഡ്രസ് 2-ൽ പോസ്റ്റ് ഓഫീസുമാണ് കൊടുക്കുന്നത്. അതിനുശേഷം കൺട്രി, പിന്നീട് സ്റ്റേറ്റ് കേരള, അങ്ങനെ നമ്മൾ കൊടുക്കാനാണുള്ളത്. അത് ശേഷം സിറ്റി നമുക്ക് നിങ്ങളുടെ ജില്ല ഏതാണോ അത് തന്നെ കൊടുത്താൽ മതി. പിന്നീട് പിൻകോഡ് നിങ്ങൾക്ക് അടിക്കാം. പിന്നെ ടിൻ എന്ന് പറഞ്ഞിട്ടുള്ള 2 ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അത് നമുക്ക് ചെയ്യാനുള്ളതല്ല. അതിനുശേഷം മൊബൈൽ നമ്പർ നിങ്ങളുടെ ഉപയോഗിക്കുന്ന അതേ മൊബൈൽ നമ്പർ കാരണം എവിടെയെങ്കിലും അത് ഫെയിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഉപയോഗിച്ചായിരിക്കും ട്രാൻസാക്ഷൻ ചെക്ക് ചെയ്യാൻ കഴിയും. പിന്നീട് നിങ്ങളുടെ Gmail, അതേപോലെ തന്നെ ഈ Gmail ഫോൺ നമ്പർ ഇല്ലെങ്കിൽ ഈ Gmail വെച്ചിട്ട് നിങ്ങളുടെ ട്രാൻസാക്ഷൻ ചെക്ക് ചെയ്യാൻ കഴിയും. അതിനുശേഷം ഓൺലൈൻ പേയ്മെൻറ്റ് എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ അടുത്ത പേജിലേക്ക് കിടക്കും. ഇപ്പോൾ നിങ്ങൾ അടിച്ച വിവരങ്ങളെല്ലാം ആ നെക്സ്റ്റ് പേജിൽ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും പർപ്പസ് ഡീറ്റെയിൽസും ഒക്കെ അവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്തിട്ട് ഒന്നുകൂടി വെരിഫൈ ചെയ്തിട്ട് ശരിയാണെന്ന് നോക്കിയിട്ട് കൺഫേം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പേയ്മെൻറ്റ് ഗേറ്റ്വേയിലേക്ക് പോകും. അവിടെ 2-3 ഗേറ്റ്വേ ഉണ്ടാവും. അതിൽ ഏറ്റവും മുകളിലുള്ളതായിരിക്കും സക്സസ് റേറ്റ് ഏറ്റവും കൂടുതലുള്ളത്. ഇപ്പോഴും HDFCയോ അല്ലെങ്കിൽ SBIയോ ആയിരിക്കും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യും. അതിനുശേഷം UPI ഗൂഗിൾ പേ വഴിയാണ് നിങ്ങൾ അടക്കുന്നുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യാൻ. നെറ്റ് ബാങ്കിങ് ആണെങ്കിൽ അത് ഞാനിവിടെ UPI ആണ്. UPI എന്നുള്ളതിന് മുകളിൽ സെലക്ട് ചെയ്തതിന് ശേഷം പിന്നീട് താഴെ നമ്മുടെ ബ്ലൂ മാർക്ക് കാണുന്നതിലും ക്ലിക്ക് ചെയ്യണം. അങ്ങനെ 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് ക്യാപിച്ച അടിച്ചു കൊടുക്കണം. അപ്പോൾ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക. അപ്പോൾ UPI 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്യണം എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നീട് അക്നോളജ്മെൻറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം പേ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ പേയ്മെൻറ്റിൻ്റെ ഒരു കൺഫർമേഷൻ വരും. എമൗണ്ട് എത്രയാണെന്നുള്ള കാര്യങ്ങളൊക്കെ അത് കൺഫേം ചെയ്യുക.
അതിനുശേഷം UPIൻ്റെ പേജിലേക്ക് വരും. UPI പേജിൽ നമ്മൾ ഒരു UPI ID ഉണ്ട് നമുക്ക്, VPN നമ്പർ എന്നൊക്കെ പറയുന്നത്. അത് ഗൂഗിൾ പേൻ്റെ പേജിൽ പോയാൽ അല്ലെങ്കിൽ Paytm-ലോ അല്ലെങ്കിൽ ഫോൺ പേയിലൊക്കെ പോയാൽ നിങ്ങൾക്ക് ആ നമ്പർ കിട്ടും. നമ്മുടെ ഇമെയിൽ പോലെ @SBI എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ Paytm ആണെങ്കിൽ @Paytm എന്നായിരിക്കും നമ്മുടെ ഫോൺ നമ്പറിൻ്റെ കൂടെ. SBIയിലാണെങ്കിൽ @OKSBI എന്നോ OK ആക്സസ് എന്നോ ഒക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മുടെ VPN നമ്പർ ചെക്ക് ചെയ്യുക എന്നുള്ളത് നമുക്കിവിടെ നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, ഗൂഗിൾ പേ എന്ന് പറഞ്ഞ പേജിലേക്ക് നമ്മൾ പോവുക. അതിനുശേഷം പാസ്വേഡ് കൊടുത്ത് നമ്മൾ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ പേൻ്റെ പേജിൽ പോകും. അപ്പോൾ അതിൻ്റെ നമ്മൾ ഫസ്റ്റ് നടുവിലായിട്ട് നമുക്കൊരു ഓപ്ഷൻ കാണും, നമ്മുടെ UPI ID കാണാനുള്ള ഒരു UPI അവിടെ കാണാൻ കഴിയും. അത് ഇപ്പോൾ UPI ID നിങ്ങളുടെ പേജിൽ കാണുന്നവരെ നമ്മുടെ QR കോഡിൻ്റെ താഴെയായിട്ട് UPI ID ഉണ്ട്. അത് അവിടെ തന്നെ കോപ്പി ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ സൈഡിൽ തന്നെ കാണുന്ന 2 ബോക്സുകൾ അത് കോപ്പി ചെയ്യാനുള്ളത്. അത് കോപ്പി ചെയ്തതിന് ശേഷം നമ്മുടെ പേജിലേക്ക് തിരിച്ചു വന്നിട്ട് നമുക്ക് അവിടെ പേസ്റ്റ് ചെയ്താൽ മതി. എന്നിട്ട് അതിന് ശേഷം നിങ്ങളിപ്പോൾ HDFCയിലാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ തന്നെ വെരിഫൈ ചെയ്തതിന് ശേഷം പേ കൊടുക്കുക. പേ കൊടുത്താൽ നിങ്ങൾക്കിപ്പോൾ പേയ്മെൻറ്റിൻ്റെ റിക്വസ്റ്റ് ഗൂഗിൾ പേയിൽ പോയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ പേ തുറന്നാൽ അവിടെ നിങ്ങൾക്കൊരു ഓട്ടോമാറ്റിക് പേയ്മെൻറ്റ് വരും, 50 രൂപ അടക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതിൽ പേയ്മെൻറ്റ് പേ എന്ന് കൊടുത്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേയ്മെൻറ്റിലേക്ക് കടക്കാവുന്നതാണ്. അങ്ങനെ പേയ്മെൻറ്റ് ചെയ്ത് നമ്മുടെ പഴയ പോർട്ടലിലേക്ക് തന്നെ പോവുക. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, നിങ്ങളുടെ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആണെന്ന് കാണിക്കും. അതിൻ്റെ താഴെ തന്നെ നിങ്ങൾക്ക് ഒരു PDF ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അതായിരിക്കും നിങ്ങളുടെ റെസിപ്റ്റ്. അപ്പോൾ റെസിപ്റ്റ് ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ റെസിപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ റെഫറൻസ് നമ്പർ ആയിരിക്കും നിങ്ങളുടെ പേയ്മെൻറ്റ് റെസിപ്റ്റ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ അതെടുത്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൂടെ അയച്ചാൽ മതി. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, ഉത്തരം നൽകുന്നതായിരിക്കും. എല്ലാവരും ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.